കുട്ടപ്പായി ഇതിൽ ഇടപെടരുത്. ഞാനിത് കോളേജ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. ഇതിപ്പോ പലതവണയായി. ഇതിനു മുമ്പും കുട്ടപ്പായി വന്ന് പറഞ്ഞ് പലതും ഇവന്മാർക്ക് വേണ്ടി ചെയ്തു. ഇനി വയ്യ. അയ്യോ, അങ്ങനെ പറയരുത് അച്ചോ. ഓ, നമ്മളൊക്കെ മുടിവെട്ടുന്നത് എവിടെയാ? ബാർബർ ഷാപ്പില്. ഇവന്റെയൊക്കെ മുടിവെട്ടുന്നത് എവിടെയാണെന്ന് അറിയോ? പോലീസ് സ്റ്റേഷനില്. എന്റെ മാത്രമല്ല അച്ചോ, എന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിന്റെയും വെട്ടി. കേട്ടല്ലോ. ഓണം, ഈ പ്രാവശ്യത്തെ കൂടെ അച്ഛനൊന്ന് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി. വയ്യ കുട്ടപ്പായി. ആഭാസ ഇത്ര പ്രദർശനം, വേശ്യാ സംസർഗം, മുച്ചിട്ടുകളി, പന്നിമലത്ത്, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ചായു. നിന്നെ കൊണ്ടൊക്കെ തോറ്റല്ലോടെ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. ഇതിനൊക്കെ ഒരു ഒളിയും മറവൊക്കെ വേണ്ടേ? ഞങ്ങൾ പൂട്ടിയിട്ടിട്ട് ഏതാ അച്ചായ? 2 ബുദ്ധിജീവി കഴിവുറവാക്കളൊന്നും തുറന്നു കൊടുത്തു. അവന്മാരെ കിട്ടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ നാളെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. നിന്നെയൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവാ. എന്താ സംഭവം? അതൊക്കെ നാളെ പറയാം. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കാതെ പറയാ. ഒന്നുമില്ലടാ, നിങ്ങളുടെ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ വക ഒരു ശ്രമദാനം വേണം. അതിന് ഞങ്ങളൊന്നും അതിൽ മെമ്പർ അല്ലല്ലോ അച്ചായ. അവിടെ ഒന്നില്ല. നീ വാ വാ. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. നമ്മൾ പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ഈ യുവതലമുറ ഇന്നിവിടെ നാട്ടുകാർക്ക് മുഴുവൻ മാതൃകയായി തീർന്നിരിക്കുകയാണ്. ആത്മാർത്ഥ സേവനത്തിന്റെയും കർമ്മോത്സുകതയുടെയും പര്യായമായ ഈ വിദ്യാർത്ഥികൾ ഇന്നിവിടെ വെട്ടാൻ പോകുന്ന ഈ വഴിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആർക്കും മനസ്സിലായെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് കുറച്ച് മരങ്ങൾ ചിലക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നാളെ ഈ വഴി കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രയോജനം കാലത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്രമദാനത്തിന്റെ പ്രത്യേകത അംഗങ്ങളല്ലാത്തവർ പോലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ദേവമാതാ കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ രാജു, അലക്സ്, പാലുണ്ണി, അനിൽ എന്നിവരെ അനുമോദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രമദാന മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. എവിടെ? എല്ലാവരും ആഞ്ഞ് പണിതുകൊണ്ടിരിക്കുക. ഇപ്പൊ മരം വെട്ടിയാൽ ആരും അറിയത്തില്ല. മുതലാളി, എന്താടാ മുതലാളി, കോളേജ് പിള്ളേര് വഴിവെട്ടിന് ഇറങ്ങിയിരിക്കുക. നമ്മുടെ എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടി. ആ കുട്ടപ്പായി ഉദ്ഘാടനം ചെയ്തേ. ഇവനെന്താ വട്ടാണോ? മറ്റു വേറെ ഒരു പണിയില്ലാത്തതുപോലെ വഴിവെട്ട്. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും. നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചോ. ശരി. തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ചുകൂടെ നോക്കിയും കണ്ടോ ഒക്കെ വേണ്ടിയിരുന്നു. കണ്ടോ അപ്പം മോന് കൊണവുദ്യാരം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പോക്കിരിത്തരം കാണിച്ചു വന്നിട്ട്. അച്ചാമ്മ, നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും.
വാരവാ വിട്ടാണെന്ന് ഞാൻ നോക്കത്തില്ല. മേടിക്കാനേ കൊറേ ദണ്ണുണ്ട്. അമ്മച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? നീ പോടത്താൻ തോന്നിച്ചക്ക. അത് പിന്നെ വിവരക്കേട് കാണിക്കുന്നതിന് അതിലൊക്കെ ഇല്ലേ? ഇനിയിപ്പോ എന്താ ഉണ്ടാവാന്ന് ആർക്കറിയാം? കുട്ടപ്പായിച്ചാൻ ശ്രമദാനം നടത്തണമെന്ന് പറഞ്ഞപ്പോ അന്യരുടെ പുരയിടത്തിൽ അതിക്രമിച്ച് കയറി മരം മുറിക്കുക, എന്നിട്ട് അതിനെ ശ്രമദാനം എന്ന് പറയാ, അതും ഒരു നാട്ടുപ്രമാണ എസ്റ്റേറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞാ മതി. എന്ത് ചെയ്യാൻ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോ കൊടയും കുരിശുമായിട്ട് ഇവിടെ എത്തും. അടിവല്ലോ കിട്ടൂ. ഇത് വലിയ പ്രശ്നമാവൂളിയാ. അടിയെങ്കി അടി, കുത്തെങ്കി കുത്ത്. സമാധാനമായിട്ട് പോകുന്നതാണ് നല്ലത്. ഏയ് പണിക്കരല്ല ഇവിടെ തന്ത വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. അറിയാ പണിക്കരുടെ വണ്ടിയല്ലേ? ഓടിക്കോ, ഓടിക്കോ. അയ്യോ, വിഷുവാ. നാലെണ്ണത്തിനെ പിടിച്ചിറക്കാൻ, എല്ലാത്തിന്റെ മുട്ട് തല്ലി ഓടിക്കാൻ. എന്തായത്? എന്തായത്? കർത്താവേ, ഞാൻ അരമനയിൽ വിളിച്ചു പറയാം. ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല. ഇല്ലിക്ക തറവാട്ടോരോട് കളിക്കാൻ പണിക്കര് വളർന്നിട്ടില്ല. ആണുങ്ങൾ ആരും ഇല്ലോടാകത്ത്. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട. എന്താടോ പണിക്കരെ, രാത്രി ആളും വടിയും വാളും ഒക്കെ ആയിട്ട്? എവിടെയാവന്മാര്? യവന്മാര് എന്റെ റബ്ബർ വെട്ടിയവന്മാർ ഈ വീടിന്റെ തട്ടും പുറത്തോ 10,000 കാണും. എനിക്കറിയാം. എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ. ഈ പണിക്കൊരു ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല. കുട്ടപ്പായി, ഈ തറവാടിന്റെ കുളവിന്ന് ഞാൻ തോണ്ടും. ആഹാ, അപ്പൊ അത് കാണണമല്ലോ. എടാ അനിലേ, രാജു, അലക്സേ, പാലുണ്ണി, ഇനി വാ. താണ്ടെ കുളം തോണ്ടാൻ വന്ന് നിൽക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടാ. താണ്ട നിൽക്കുന്നത് എന്റെ റബ്ബർ വെട്ടിയവന്മാര്. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്. എടോ പണിക്കരെ, താൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇവന്മാരൊന്ന് തൊട്ടു നോക്ക്. അപ്പ അറിയാ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണെന്ന്. അടിച്ച് നിരത്തിടായി ഒട്ടുപോയ ചുട്ടുകളെയും പാട്ടി കഴിവുള്ള അവന്മാരെ. കുട്ടപ്പായി, അല്ല, കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട്. താൻ തോണ്ടിയാ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശു പണിക്കരുടെ കുളം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ. അങ്ങോട്ട് തോണ്ട്. എന്നാടാ പണിക്കരെ ചമ്മുന്നേ? കൂലിത്തല്ലാരെ കയറ്റി വിടറാ. നീ പുറകെ നിന്നാ മതി. അപ്പനപ്പന്മാരെ തുടങ്ങി അതാണല്ലോ ശീലം. എടോ പണിക്കരെ, തന്റെ ആ ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടല്ലോ, അതിൽ ഈ കൂലിത്തല്ലുകാരെ വിളിച്ചോണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ. അതാ തനിക്ക് പറ്റിയ പണി. ചൂണ്ടയ്ക്ക് നീ പോയാ മതി. തലമുറ തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും മാച്ചാടാ കാളിയാവുകാരുടെ ചുണ്ടൻ വെള്ളം. പായി, ചുണ്ടൻ വെള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻ വെള്ളം? ഇറക്കും ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാര് വെള്ളം ഇറക്കുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്താടാ കൊള്ളിച്ചൊരു വർത്താനം? എടാ, പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കാനാ ഞാൻ. ഒരു ചുണ്ടൻ വെള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജര ആവശ്യമില്ല. ഇല്ലിക്കാർ വിചാരിച്ചാ പുല്ലടാ ചുണ്ടൻ വെള്ളം. വേണ്ടി വന്നാ കിഴക്കൻ മലയെന്ന് ഈട്ടിത്തടി വെട്ടിച്ചുകൊണ്ട് വന്ന് നല്ല പുത്തൻ ചുണ്ടൻ വെള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്നെ ജാതിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നു. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വെള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹ എഞ്ചിൻ. ഈറ്റിത്തടിയിൽ വെള്ളം ഉണ്ടായിക്കോട്ടെ, വാ കാണാം. ആ കാണാടോ.
എടാ പിള്ളേരെ, ഇന്നിന് നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട, ഇവിടെ കിടന്നു. ആ പോയിക്കണോ വേഗം ചെല്ല്. എടാ കുട്ടപ്പായി, നിന്റെ ബാറ്റിൽ ഞാൻ 10,000 രൂപ ഇടും. അതെന്നാത്തിനാ അപ്പച്ച? എടാ കുരുത്തക്കെട്ടവനെ, ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നടാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ? എന്റോടാ? ടോയ് പിസ്റ്റൽ. ആഹാ, വായി കിടക്കണ നാക്കു കുരുത്തുള്ളതാണെങ്കിൽ എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ? അവന്മാര് പോയത് കണ്ടോ? പോടാ കൊച്ചു കഴിവടാ മോനെ. എന്താ മോളെ? ആർക്കു വേണ്ടി അപ്പച്ച ഈ വഴക്കും അടിപിടിയും? ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാ, ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അച്ചായൻ ഇങ്ങനെയൊന്നും ആവില്ല. ആ കുട്ടിയുടെ കാര്യം ഞാൻ അച്ചായനോട് പറയട്ടെ? വേണ്ട മോളെ, വേണ്ട. എന്റെ മോള് പിന്നിവിടെ ആരുമല്ലാതായിപ്പോ. അതെങ്ങനെ അപ്പച്ച? അവൾ എന്റെ മോളല്ലേ? മോള് പോയി കിടന്നു. സംഘർഷമുണ്ടായ സ്ഥിതിക്ക് നമുക്ക് ആ വള്ളങ്ങളിൽ പങ്കെടുക്കണ്ടെന്ന് വെക്കാൻ കുട്ടപ്പായി. അതെന്നാ വർത്തമാനമാണ് അച്ചോ? നാട്ടുകാരെ മുമ്പിൽ വെച്ച് വള്ളം കളി കണ്ടോളാമെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതല്ലയോ? എന്താണേലും പള്ളി അതിനില്ല. ഒരു ജാതി വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ പള്ളിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നു മോനെ കുട്ടപ്പായി, നേരാ, ഞാനും വെല്ലുവിളിച്ചതാ വള്ളം കളിക്ക് കണ്ടോളാന്ന്. പക്ഷെ ചക്രം മുടക്കുള്ള വെല്ലുവിളിക്കൊന്നും നിന്റെ അപ്പൻ നിക്കട്ടില്ലെന്ന് നിനക്ക് അറിയത്തില്ലയോടാ? അന്ന പഞ്ചായത്ത് പറയുമ്പോ ഞാനതങ്ങ് വിജയിച്ചു. പള്ളി കാശ് മുടക്കി വള്ളം ഇറക്കും. അപ്പൊ കരയിലെ പ്രധാന കുടുംബക്കാരൻ എന്ന നിലയ്ക്ക് നിനക്കതിന്റെ തുമ്പത്തോ അമരത്തോ ഒന്നും ഇരിക്കാലോ എന്ന് ഞാനും വിചാരിച്ചു. ഏറിയ 5000 6000 മുടക്കാന്നും വെച്ചു. പുത്തൻ ചുണ്ടമുള്ള ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമാ. എന്റെ മോൻ ആ പൂതിയും കളഞ്ഞേര്. അപ്പനെ നമ്പാൻ കൊള്ളുകയെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളതാ. മുമ്പും പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പൻ ഒരൊറ്റയാളെ നമ്പിയാ ഞാൻ ആ പണിക്കരെ വെല്ലുവിളിച്ചത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നാ വിലയുള്ളത്? എന്റെ മാനം കാക്കാനുള്ള കടമ അപ്പനില്ലെങ്കിലും എനിക്കുണ്ട്. ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. എടാ വണ്ടി. മോനെ കുട്ടപ്പായേ, പാടുപെട്ട് ഉണ്ടാക്കിയ കാശ് പരന്നുക്കാലെ പോകാനേക്കാനുള്ള വഴി നിന്റെ അപ്പനും നോക്കും. ആ നോക്കിക്കോ. നോക്കിക്കോളാ, നീ അങ്ങോട്ട് ചെല്ലേ. കുട്ടപ്പായി, താൻ 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഔസേ മുതലാളി ചോദിക്കുന്നത് എന്ത് വാടകയും തരാൻ ഞങ്ങൾ തയ്യാറാ. വാടകയുടെ പ്രശ്നമല്ലടോ. സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെയാ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചുണ്ടൻ വള്ളം എന്ന് പറഞ്ഞാൽ തലമുറയായിട്ട് കുടുംബത്തിന്റെ അന്തസ്സായിട്ടാ വച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അത് കാത്തു സൂക്ഷിക്കാനുള്ള പാങ്ങൊന്നും ഉണ്ടായിട്ടല്ല. അതുമല്ല, താൻ നല്ലൊരു തുക വാടക തന്നാൽ എനിക്കതൊരു നിക്കക്കള്ളിയാ. എന്നാലും ഞാനത് ചെയ്യില്ല. അല്ല, ഇനി 1 മാസം കൂടെ ഉണ്ടല്ലോ, മുതലാളി ഒന്നുകൂടെ ആലോചിക്കും. ഓ, ഇനിയിപ്പൊ ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ കാണാം. ആ. ബാങ്ക് ലോണും വക്കീൽ നോട്ടീസും ജപ്തിയൊക്കെ ആയിട്ട് നിൽക്കുക. എന്നാലും അയാളുടെ ഒരു അഭിമാനം കണ്ടില്ലേ? ആ സൂക്ഷിച്ചിറങ്ങണം. അച്ചായോ, അയാളുടെ പാങ്ങും പടുതിയെ കണ്ടിട്ട് വള്ളം വിലക്ക് കിട്ടുന്ന കോളുണ്ട്. നിന്റെ ഉണ്ടോ 1 ലക്ഷം രൂപ എടുക്കാൻ? അപ്പൻ ഷാപ്പിലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു 5-6 കെട്ടിഞ്ഞെടുത്തോണ്ട് വാ. വർത്തമാനത്തിന് ഒരു കുറവില്ല. കറ അച്ചായ, ഒരു മാർഗമുണ്ട്. എന്തുവാടാ ഒരു രഹസ്യം? ഞങ്ങളോട് അറിയാം. നമ്മൾ അച്ചായന്റെ തന്തപ്പടിയുടെ മുതൽ അടിച്ചു മാറ്റുന്നു. എപ്പടി? അത് കൊള്ളാം. അച്ചായനെ കാണുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം.
ശരി ശരി. അളിയ നല്ല ഉറക്കോ? അച്ചായൻ പറഞ്ഞില്ലേ ഇടത് ഭാഗത്ത് സേഫ് എന്ന്. താക്കോലുണ്ടോ നോക്ക്. ഇല്ല. മേശക്കകത്ത് നോക്ക്. ഇതിനടിക്കാം. തലങ്ങനടി നോക്ക്. അനങ്ങിപ്പോവരുത്. ഞങ്ങൾ മലൈക്കള്ളന്മാരാണ്. കള്ളൻ കള്ളൻ എന്റെ കണ്ടേ എടുത്തടാ. എടുക്കണ്ട. കത്തിയാണ് കുത്തും. അച്ചായ, അച്ചായ, ദേ ഒന്ന് എണീറ്റേ. അടങ്ങി കിടക്കണോ കളവാ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തോ ശബ്ദം കേൾക്കുന്നു. പോയി നോക്കിക്കേ. കള്ളൻ എന്റെ കാശൊക്കെ എടുത്തിട്ട് പോന്നേ. അനാവശ്യ കാര്യങ്ങൾ ഇടപെടരുത് നീ. അച്ഛൻ ആള് തെറ്റി. ഞാനാ രാജു. ശ്വാസം മുട്ടി. ഞാനാ രാജു. അയ്യോ ആ കൈ കടിക്കുന്നു. കടിക്കിച്ച്. ഞാനാ പാപ്പി കള്ളൻ. അച്ചായ, നീ പോയി അപ്പത്തന്നെ സംഭവിച്ചോ നോക്ക്. ചെല്ലേ ഓട്. എന്താ അപ്പച്ചാ നമ്മുടെ മോഷണ കേസ് പോലീസ് എന്ത് കേസ്? എന്റെ കാശ് പോയത് തന്നെ. അല്ല പക്ഷെ പോലീസ് നായ എന്നോട് നായ പാർട്ടിയല്ല ഒന്ന് തന്നെയാടാ. ഈ അനത്തിപ്പെട്ടവൻ ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് കള്ളനെ പിടിച്ചോ? നീ പട്ടിക്ക് തീറ്റ, നായ കൊണ്ടുവന്നമാർക്ക് തീറ്റയും ചെലവും. ഇതിനൊന്നും എന്റെ കാശില്ല. ഏമാരെ എനിക്ക് കേസില്ല. കുട്ടപ്പായി. അതെ, ഞാൻ അവന്റെ തന്തയാ. എനിക്ക് വരാതില്ല. അപ്പച്ചാ അല്ല ഈ പോടാടുന്നു. ഓളിക്കുട്ടിയേ, ഒന്നും തോന്നരുത്. ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം. ഓ സാരമില്ല. മോഷണം പോയ ആൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ അപ്പച്ചനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. കേസും ബുക്കാറും ഒന്നും പുള്ളിക്ക് പണ്ടേ ഇഷ്ടമല്ല. ആ ബ്രൂണിയെ കേട്ട്. എന്നാ അങ്ങനെ ആട്ടെ. ശരി. അപ്പച്ചൻ എന്നാ പണിയായി കാണിച്ചേ? ഞാൻ എത്ര പാടുപെട്ടിട്ടാണെന്നോ പോലീസ് നായയെ കൊണ്ടുവരിച്ചത്. എടാ, നട്ടക്കാട്ട് പാതിരായി കില്ലിക്കരപ്പായുടെ ഓട് പൊളിച്ചകത്ത് കയറി കാശും പണവും കക്കാൻ ഏക്കമുള്ള ഒരു കള്ളനെ ഈ നാട്ടിലുള്ളൂ. അവനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അതന്നെ അതേ, ഞാൻ അവന്റെ തന്തയായി പോയി.